എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് 25 ഞായറാഴ്ചയാണ്. ഇന്നത്തെ കരിദിന സംഖ്യ 18,72,355. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കരിദിന സംഖ്യ എന്ന് പറയുന്നത് ഓരോ ദിവസത്തെയും നമ്മുടെ ഒരു യുണീക്ക് ഐഡിയ ആണ്. ഓരോ ദിവസവും കലിയുഗത്തിലുള്ള ഓരോ ദിവസത്തിനും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറായിട്ടാണ് ഈ കരിദിന സംഖ്യ വരുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ നാരായണീയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാരായണീയത്തിൻ്റെ അവസാനത്തെ ശ്ലോകം എഴുതിയപ്പോൾ അത് എഴുതി തീർന്ന കലിദിന സംഖ്യ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് 17,12,210 അത് സൂചിപ്പിക്കുന്നത് കൊല്ലവർഷം 762 വൃശ്ചിക മാസം 28 എന്നുള്ള തീയതിയാണ്. അതാണ് കരിദിന സംഖ്യയുടെ പ്രാധാന്യം. ഇന്ന് കൊല്ലവർഷം 1200 ഇടവ മാസം 11 തീയതിയാണ്. ശകവർഷം 1947 ജ്യേഷ്ഠമാസം 4 തീയതി. ഇന്നത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രം സൂര്യോദയ സമയത്ത് അശ്വതി നക്ഷത്രമാണെങ്കിലും 11-14 വരെ, രാവിലെ 11-14 വരെ അശ്വതിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രമായിരിക്കും. ഇന്നത്തെ തിഥി കൃഷ്ണപക്ഷ ത്രയോദശിയാണ്. ഇന്നത്തെ കരണം പശുക്കരണം. ഇന്നത്തെ നിത്യയോഗം സൗഭാഗ്യ എന്നു പേരുള്ള നിത്യയോഗമാണ്. കൃഷി സംബന്ധമായ കാര്യങ്ങൾ നോക്കുന്നവർക്ക് ഞാറ്റുവേല എന്ന കൺസെപ്റ്റ് വളരെ പ്രധാനമുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന ഞാറ്റുവേല കാർത്തിക ഞാറ്റുവേലയാണ്. കാർഷിക പ്രാധാന്യമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് സഹായകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാറ്റുവേല എന്ന് പറയുമ്പോൾ അത് സൂര്യൻ്റെ അയനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൂര്യൻ ഏത് നക്ഷത്രത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത് ആ നക്ഷത്രത്തിൻ്റെ പേരായിരിക്കും ഞാറ്റുവേലയ്ക്ക് വരുന്നത്. ഏകദേശം 13-14 ദിവസമായിരിക്കും ഒരു ഞാറ്റുവേല. മേടമാസം തുടങ്ങുന്നത് അശ്വതി നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് മേടത്തിൽ ആദ്യത്തെ 13-14 ദിവസം അശ്വതി ഞാറ്റുവേലയായിരിക്കും. ഇപ്പോൾ നടക്കുന്നത് കാർത്തിക ഞാറ്റുവേലയാണ്. ഉത്തരായന കാലമാണ്, ഗ്രീഷ്മ ഋതു. ഇന്നത്തെ ഉദയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റും ഇന്നത്തെ അസ്തമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റുമാണ്. ഇന്നത്തെ രാഹുകാലം വൈകുന്നേരം 4:59 മുതൽ 6:32 വരെയാണ്. ഇന്നത്തെ ഗുളികകാലം വൈകുന്നേരം 3:25 മുതൽ 4:59 വരെയാണ്. നമ്മൾ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുകാലം എന്ന് പറയുന്നത് 6 മണിക്കെന്നുള്ള സങ്കല്പത്തിൽ സൂര്യോദയം തൊട്ട് സൂര്യാസ്തമയം എന്നുള്ള കൺസെപ്റ്റ് രാവിലെ 6 മണിയും വൈകുന്നേരം 6 മണിയും എന്നുള്ള രീതിയിലാണ് രാഹുകാലം കണക്ക് കൂട്ടി കലണ്ടറുകളിൽ എഴുതുന്നത്. അത് പലപ്പോഴും വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാഹുകാലം 4:30 തൊട്ട് 6 വരെ ആയിരിക്കും. പക്ഷേ ശരിക്കുള്ള രാഹുകാലം 4:59 മുതൽ 6:32 വരെയാണ്. അപ്പോൾ ആ വ്യത്യാസം ദയവായി നോക്കുക. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം 11:55 ഉച്ചയ്ക്ക് 11:55 മുതൽ 12:17 വരെയും അതിനുശേഷം 12:21 മുതൽ 12:43 വരെയാണ്. ഇടയ്ക്കുള്ള 4 മിനിറ്റ്, അതായത് 10 വിനാഴിക 12:17 12:21 ഇടയ്ക്കുള്ള സമയം മധ്യാഹ്ന വർജ്യമാണ്. അത് ഒഴിവാക്കുക. ഇന്നത്തെ ചന്ദ്രാഷ്ടമം കന്നിക്കൂറുകൾക്കാണ്. കാരണം കന്നിക്കൂറിൻ്റെ അഷ്ടമത്തിലാണ് ഇന്ന് ചന്ദ്രൻ വരുന്നത്. കന്നിക്കൂറുകളുടെ നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാലും അത്തം നക്ഷത്രവും ചിത്തിരയുടെ ആദ്യത്തെ പകുതി, ആദ്യത്തെ 30 നാഴികയുമാണ് കന്നിക്കൂറിലുള്ളവർ. ഈ കന്നിക്കൂറിലുള്ളവർക്ക് ഇന്ന് ശുഭകാര്യങ്ങൾ വർജ്യമാണ്. ഇനി ഇന്നത്തെ ഗ്രഹനില നോക്കാം. മേടത്തിൽ ചന്ദ്രൻ, ഇടവത്തിൽ സൂര്യനും ബുധനും, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കുജൻ, കർക്കിടകത്തിൽ കുജൻ, ചിങ്ങത്തിൽ കേതു, തുലാത്തിൽ ഗുളികൻ,
കുംഭമാസത്തിൽ കുംഭരാശിയിൽ രാഹു, മീനത്തിൽ ശുക്രനും ശനിയും. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മളിവിടെ പ്രതിപാദിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.